ഹായ്, വെൽക്കം ബാക്ക് ടു STS, ദ സ്പ്ലെൻഡിഡ് ജോൺ ടൂവേഴ്സ് സിംഫണി. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീ പുരുഷ സമത്വം പ്രോത്സാഹിപ്പിക്കുക, സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് അവളെ ബോധവൽക്കരിക്കുക, സ്ത്രീകളുടെ നേട്ടങ്ങൾ ആദരിക്കുക, അവളെ ശാക്തീകരിക്കുക, സ്ത്രീകൾക്കെതിരെ നീളുന്ന അതിക്രമങ്ങൾ തടയുക. ഇവയൊക്കെയാണ് അന്താരാഷ്ട്ര വനിതാ ദിനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. 1975 ഐക്യരാഷ്ട്രസഭ ആദ്യമായി അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുന്നത്. 50ലേറെ വർഷങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ നമുക്കറിയാം ഇന്ന് സ്ത്രീ സമൂഹം കൈവരിച്ചിരിക്കുന്ന പുരോഗതികളും നേട്ടങ്ങളും. കുട്ടികളെ വളർത്തലും ആഹാരം പാചകം ചെയ്യലും വീട് വൃത്തിയാക്കലുമൊക്കെ സ്ത്രീകളുടെ മാത്രം കുത്തകയായി കരുതപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ആണും പെണ്ണും തുല്യമായി കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ പങ്കിട്ടെടുത്ത് ചെയ്യുന്ന ന്യൂജൻ കുടുംബങ്ങളുടെ ഒരു കാലഘട്ടത്തിലേക്ക് ലോകം മാറിയിരിക്കുന്നു. ഇന്ന് സ്ത്രീകൾ കൈവയ്ക്കാത്ത മേഖലകളില്ല, കൈവരിക്കാത്ത നേട്ടങ്ങളുമില്ല. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സ്ത്രീകൾ തങ്ങളുടെ പ്രാതിനിധ്യം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിലേക്ക് വന്നാൽ ഒരു സാധാരണ ആദിവാസി കുടുംബത്തിൽ നിന്നും രാജ്യത്തിൻ്റെ പരമോന്നത പദവിയിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ പ്രഥമ വനിത ശ്രീമതി ദ്രൗപദി മുർമു. സ്ത്രീ ശാക്തീകരണത്തിന് ഇതിലും വലിയ മറ്റൊരു ഉദാഹരണമില്ല. ഇതൊക്കെ യാഥാർത്ഥ്യമായിരിക്കുമ്പോഴും സ്ത്രീ പുരുഷ സമത്വവും വിവേചനമില്ലാത്ത അവകാശങ്ങളും ഉറപ്പു നൽകുന്ന ഭരണഘടനയും സ്ത്രീകളുടെ സംരക്ഷണത്തിനായി ധാരാളം നിയമങ്ങളും സ്ത്രീകളുടെ ഉന്നമനത്തിനായി അനേകം പദ്ധതികളും രാഷ്ട്രീയത്തിൽ പോലും സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് സംവരണവും ഒക്കെ ഉണ്ടായിട്ടും മറുവശത്ത് സ്ത്രീകൾക്ക് നേരെ നീളുന്ന അതിക്രമങ്ങളും ചൂഷണങ്ങളും അനീതികളുമൊക്കെ വർദ്ധിച്ചു വരുന്നത് നാം കാണുന്നുണ്ട്. ഈ വനിതാ ദിനത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ്. ഒരൊറ്റ പെൺകുട്ടിയുടെ ശബ്ദത്തിന് ലോകത്തെ മാറ്റുവാൻ കഴിയുമെന്ന് തെളിയിച്ച എഡ്യൂക്കേഷണൽ ആക്ടിവിസ്റ്റ്, അതെ, നമുക്കൊക്കെ അറിയാവുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നൊബേൽ സമ്മാന ജേതാവ് മറ്റാരുമല്ല, മലാല യൂസഫ്സായി. ആൺകുട്ടികൾ ജനിച്ചാൽ വെടിയുതിർത്ത് ആഘോഷിച്ചിരുന്ന, പെൺകുട്ടികൾ ജനിച്ചാൽ മറയ്ക്ക് പിന്നിൽ ഒളിപ്പിക്കേണ്ടിയിരുന്ന, സ്ത്രീകൾ കുട്ടികളെ ജനിപ്പിക്കുന്നതിനും ആഹാരം പാചകം ചെയ്യുന്നതിനും മാത്രമുള്ള ഉപകരണങ്ങളായി കരുതപ്പെട്ടിരുന്ന പാകിസ്ഥാനിലെ സ്വാത്ത് താഴ്വരയിലെ മിങ്കോറ ഗ്രാമത്തിൽ 1997 ജൂലൈ 12 മലാലയുടെ ജനനം. അവളുടെ പിതാവ് സിയാവുദ്ദീൻ ഒരു സ്കൂൾ അധ്യാപകനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്നു. അമ്മയാവട്ടെ ഒരു സാധാരണ വീട്ടമ്മയും. ചെറുപ്പം മുതലേ വിദ്യാഭ്യാസത്തോടും പഠനത്തോടുമൊക്കെ മലാലയ്ക്ക് അതീവ താല്പര്യമുണ്ടായിരുന്നു. താലിബാൻ സ്വാത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുകയും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശം കവർന്നെടുക്കുകയും ചെയ്തപ്പോൾ അതിനെതിരെ മലാല ശബ്ദമുയർത്തി പ്രതികരിച്ചു. വിദ്യാഭ്യാസത്തിന് ആയുധം താഴ്വെപ്പിക്കുവാൻ കഴിയുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. നമുക്ക് പുസ്തകവും പേനയും കയ്യിലെടുക്കാം, അവയാണ് ഏറ്റവും വലിയ ആയുധങ്ങൾ. ഒരു കുട്ടി, ഒരു അധ്യാപകൻ, ഒരു പേന, ഇവയ്ക്ക് ലോകത്തെ മാറ്റാനാകും എന്ന് അവൾ സധൈര്യം ആഹ്വാനം ചെയ്തു. മലാലയുടെ പ്രതികരണം താലിബാനെതിരെ പ്രതികരിക്കാനുള്ള ധൈര്യം മറ്റുള്ളവർക്കും പകർന്നു നൽകുന്നതായിരുന്നു. 2009 ഗുൽമക്കായ് എന്ന പേരിൽ അവൾ എഴുതിയ ഡയറിക്കുറിപ്പുകൾ BBC ഉറുദുവിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ താലിബാന്റെ കീഴിലെ സ്വാത്തിൻ്റെ ജീവിതം ലോകം അറിഞ്ഞു. അത് ലോകവ്യാപകമായ ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിതെളിച്ചു. അതിന് മലാല വലിയ വില കൊടുക്കേണ്ടി വന്നു. 1912 ഒക്ടോബർ 9 സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങി വരവേ അവൾ സഞ്ചരിച്ചിരുന്ന വാൻ തടഞ്ഞു നിർത്തി താലിബാൻ പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ അവളുടെ നെറ്റിയിലേക്ക് നിറയൊഴിച്ചു. മലാല എന്ന ശബ്ദം അതോടെ നിലച്ചുവെന്ന് താലിബാൻ കരുതി. ഒരുപക്ഷെ ലോകം മുഴുവനും നിന്നും ഉയർന്ന പ്രാർത്ഥനയുടെ ഫലമാകാം ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. താൻ നേരിട്ട ആക്രമണം തൻ്റെ ലക്ഷ്യത്തിൽ നിന്നും അവളെ പിന്തിരിപ്പിച്ചില്ല. അത്ഭുതാവഹമായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള അവളുടെ ജീവിതം. ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന നേതാവായി അവൾ മാറി. അവളുടെ പ്രവർത്തനത്തിനുള്ള അംഗീകാരമായി അനവധി പുരസ്കാരങ്ങൾ അവളെ തേടിയെത്തി. 2014 തൻ്റെ 17ാമത്തെ വയസ്സിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം തേടിയെത്തുമ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നൊബേൽ സമ്മാന ജേതാവായി അവൾ മാറി. അതിക്രമങ്ങളിലും ചൂഷണങ്ങളിലും അനീതികളിലും പെട്ട് നട്ടം തിരിയുന്ന, സ്വയം അബലകളായി കരുതുന്ന സ്ത്രീകൾക്ക് മലാല നൽകുന്ന വലിയൊരു പാഠമുണ്ട്. മുസ്ലിം തീവ്രവാദവും താലിബാൻ ഭീകരവാദവും തഴച്ചു വളർന്ന ഒരു മണ്ണിൽ നിന്നും കേവലം 11 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെങ്കിൽ, അവളുടെ ശബ്ദം ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റിയെങ്കിൽ എന്തുകൊണ്ട് നമുക്കും ആയിക്കൂടാ? ചുരുങ്ങിയ പക്ഷം നമുക്ക് നേരെ നീളുന്ന അനീതികൾക്കും അവകാശ ലംഘനങ്ങൾക്കുമെതിരെ നമുക്ക് പ്രതികരിച്ചുകൂടാ?
ഓരോ സ്ത്രീകളും തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവതികളായ അവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രതികരിക്കുവാനുള്ള ആർജവം നേടിയെടുത്താൽ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ജെൻഡർ ഇക്വാലിറ്റി നമുക്ക് തന്നെ കൈവരിക്കാനാകും. മലാല യൂസഫ്സായി നമുക്കേവർക്കും ഒരു പ്രചോദനമാകട്ടെ.